ഹലോ എവരി വൺ, ഗുഡ് മോർണിംഗ്. അപ്പോൾ ഞാൻ ലേറ്റായി എണീക്കാൻ. അപ്പം ഞാൻ ഓടി പറഞ്ഞിട്ടാണ് പോണേ, അല്ലെങ്കിൽ എനിക്ക് കമ്മ്യൂണിറ്റിക്ക് പോകാൻ പറ്റില്ല. സോ അവിടെ എത്തിയിട്ട് ബാക്കി വിശേഷങ്ങൾ പറയാം, അല്ലെങ്കിൽ ഇന്ന് ഞാൻ കമ്മ്യൂണിറ്റിക്ക് പോയില്ല. സോ ഗൈസ്, സൈഡിൽ എനിക്ക് ബസ് കിട്ടി. ഞാൻ ബസ്സിലാണ്, ബാക്കി എല്ലാവരും ഉണ്ട്. അപ്പോൾ ഇന്ന് എങ്ങനെയാണെന്ന് വെച്ചാൽ ഞങ്ങൾ PHCയിൽ തന്നെ ബാക്കിയുള്ള ടീമുകാരെ ഞങ്ങൾക്കൊരു 10 ഏരിയ തന്നിട്ടുണ്ട്. ഓരോ ഏരിയയിലായിട്ട് ഇറക്കി വിട്ടിട്ടുണ്ട്. അപ്പം എൻ്റെ വീടിൻ്റെ അവിടെ ഒരു ഗ്രൂപ്പ് ഇറങ്ങിയിട്ടുണ്ട്. ഇനി അടുത്ത ഗ്രൂപ്പ് അടുത്ത ഏരിയയിൽ ഇറങ്ങും. അങ്ങനെ ഓരോരുത്തരും ഓരോ ഏരിയയിൽ ഇറക്കാനാണ് ഈ പ്രാവശ്യത്തെ പ്ലാൻ. സോ അപ്പം ഇനി PHCയിൽ കാണാം. ഓരോ ഗ്രൂപ്പിനായിട്ട് ഇറക്കി വിട്ടു. സോ ദിസ് ആർ ദ ലാസ്റ്റ് ഗ്രൂപ്പ് പീപ്പിൾ. അവരിറങ്ങി. ഇനി ഞങ്ങൾ ടീം PHC മാത്രമുള്ളൂ. ഞങ്ങളിവിടെ ഞങ്ങളുടെ PHCയിലെത്തി. അപ്പോൾ ഇന്നൊരു വഴിയില്ല. ആക്ച്വലി ഇന്ന് വാക്സിൻ ഡേ ആണ്. പക്ഷേ എന്താ പറയുക, വാക്സിൻ അംഗനവാടിയിലാണ്. സോ ആശാ വർക്കേഴ്സ് വന്ന് വാക്സിനും കൊണ്ടുപോയി. അപ്പം ഇന്ന് ഇവിടെ തിരക്കില്ല. ഇന്നലെ നല്ല തിരക്കായിരുന്നു, കാരണം ഇന്നലെ മൺഡേ അല്ലേ, ഇന്ന് ട്യൂസ്ഡേ അല്ലേ. ഒരു 3-4 പേഷ്യൻസിനെ ബീറ്റ് നോക്കിയില്ലേ രാജി. പിന്നെ ഇഞ്ചക്ഷൻ ഉണ്ടായിരുന്നു റാബിസിൻ്റെ. വേറെ ഒന്നുമില്ല. അല്ലെങ്കിലും പണിയൊന്നും ചെയ്യാറില്ല. അപ്പം നമ്മളിന്ന് റാബിസ് വാക്സിൻ എങ്ങനെ ചെയ്യുന്നത് നോക്കാം. അപ്പോൾ 2 ഇതിലെ വരാം. ഒരെണ്ണം റാബിസിൻ്റെ പൗഡറും ദെൻ വാട്ടർ, പിന്നെ ഇങ്ങോട്ട് നോക്കാം. നമ്മൾ സ്റ്റെറൈൽ വാട്ടർ ആദ്യം എടുത്തു. ഞാനത് എടുത്തിട്ടുണ്ടായിരുന്നു സ്റ്റെറൈൽ വാട്ടർ. ഇനി നമ്മൾ റാബിസിൻ്റെ ഇതിലേക്ക് അത് ഇഞ്ചെക്റ്റ് ചെയ്യാണ്. നല്ലപോലെ ഷെയ്ക്ക് ചെയ്യണം, നന്നായിട്ട് ഷെയ്ക്ക് ചെയ്യണം. പിന്നെ നമ്മൾ ഓൾറെഡി തുറന്ന സിറിഞ്ച് നമ്മൾ എങ്ങനെയാണ് റീക്യാപ്പ് ചെയ്യാന്ന് വെച്ചാൽ, ക്യാപ്പ് താഴെ വെച്ചിട്ട്, അതായത് ടേബിളിൽ വെച്ചിട്ട് ഇങ്ങനെ എടുത്തിട്ട് ഇങ്ങനെ വെച്ചിട്ട് വേണം റീക്യാപ്പ് ചെയ്യാൻ. അല്ലെങ്കിൽ എന്ത് സംഭവിക്കും? നീഡിൽ ഇഞ്ചറി. അപ്പോൾ നമ്മൾ നന്നായി ഷെയ്ക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇനി പേഷ്യൻസ് വരുമ്പോൾ 0.10 ml എടുത്തു കഴിഞ്ഞാൽ നമുക്ക് കൊടുക്കാം പേഷ്യൻസിന്. അപ്പോൾ നമ്മുടെ റാബിസ് വാക്സിൻ റെഡിയായി. അപ്പോൾ നമുക്ക് ഇനി ഇതെല്ലാം ഡിസ്കാർഡ് ചെയ്യാം. അപ്പോൾ ഞാൻ ഡിസ്കാർഡ് ചെയ്യുന്നത് കാണിച്ചു തരാം. സോ നമുക്കിവിടെ പലതരത്തിലുള്ള വേസ്റ്റ് ഉണ്ട്. പേപ്പർ വേസ്റ്റ് ഉണ്ട്, പ്ലാസ്റ്റിക് വേസ്റ്റ് ഉണ്ട്, നീഡിൽ വേസ്റ്റ് ഉണ്ട്, അങ്ങനെ പല രീതിയിലുള്ളത്. അപ്പോൾ അത് നോക്കാം. അപ്പോൾ ആദ്യം നമുക്ക് തരംതിരിക്കാം. സോ പേപ്പർ വേസ്റ്റ് ഒരെണ്ണം, ദെൻ പ്ലാസ്റ്റിക് വേസ്റ്റ് ഇത് ഞാൻ അവിടെ ഡിസ്കാർഡ് ചെയ്യാം, കാരണം നീഡിലാണ്. ദെൻ ഇത് ആംബ്യൂള്, ദെൻ ഇത് പ്ലാസ്റ്റിക് വേസ്റ്റ്. സോ ഫസ്റ്റ് നമുക്ക് പേപ്പർ വേസ്റ്റ് ബ്ലാക്ക് കളർ പിന്നിൽ, അതായത് അല്ല ജനറൽ വേസ്റ്റ്. ദെൻ ആംബ്യൂൾസ്, ദെൻ പ്ലാസ്റ്റിക് റെഡിൽ. അപ്പോൾ ഇങ്ങനൊരു ഫുൾ സെറ്റ് നമ്മളിങ്ങനെ ഫുള്ളായിട്ട് ഇടാൻ പാടില്ല, ബിക്കോസ് ഇതിലൂടെ നീട്ടുണ്ട്. അപ്പോൾ ടോപ്പിൽ ഇതിലിടുക, നീഡിൽ ഒരു വൈറ്റിൽ വെച്ചിട്ടുണ്ടെങ്കിൽ ഷാർപ്പ് ഒബ്ജക്ട്സ്, ദെൻ യെല്ലോന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അനാട്ടമിക്കൽ വേസ്റ്റ്. അപ്പോൾ നമ്മുടെ അനാട്ടമി ആയിട്ട് ബന്ധം എന്ത് വേസ്റ്റും ഇതിലിടാം. അപ്പോൾ ഇന്ന് ഞങ്ങൾ ഇറങ്ങിയിട്ടുണ്ട്. ഇന്ന് എല്ലാവരും ഉണ്ട്. മാനസ ഫ്രണ്ടിക്ക് ബാ. എവിടെയോ പോകുന്നു. അപ്പം അങ്ങനെ ഞങ്ങൾ നാച്ചുറൽ കരിമ്പിൻ ജ്യൂസ് കുടിക്കാൻ വന്നേക്കാണ്. സോ എങ്ങനെയുണ്ട് കരിമ്പിൻ ജ്യൂസ്? നല്ല കരിമ്പിൻ ജ്യൂസ് ആട്ടാ മാനസ. സോ ഈ കരിമ്പിൻ ജ്യൂസ് വരുന്നത് നമ്മുടെ മംഗളാദേവി ടെമ്പിളിൻ്റെ അടുത്ത ഓപ്പോസിറ്റ് റോഡിൽ വരുന്നതാണ്. ഇതാണ് നമ്മുടെ ഷോപ്പ്. നല്ല കരിമീൻ ജ്യൂസാട്ടാ, നല്ല വൃത്തിയുണ്ട്, നല്ല സർവീസാണ്.
ദെൻ ഇവിടെ ചറമ്പൊരി ഉണ്ട്. പക്ഷെ ചറമ്പൊരി വൈകുന്നേരം തൊട്ടേ കിട്ടുള്ളൂ, ഈവനിങ്. അപ്പോൾ ഞങ്ങൾ ജ്യൂസ് കുടിച്ചു. സോ മംഗളാദേവി ടെമ്പിളിൻ്റെ അവിടെ എത്തി, അങ്ങനെ നടന്ന്. സോ ഇവിടെ സ്വാഗത് സീറ്റ്സിലേക്കാണ് ഇപ്പോൾ എത്തിയിരിക്കുന്നത്. ചുമ്മാ വെറുതെ എന്താ പറയുക, കണ്ട് വെള്ളം ഇറക്കാനായിട്ട്. ഇതേ നമ്മുടെ ടെമ്പിൾ കണ്ട, നമ്മളിപ്പോൾ ടെമ്പിളിൻ്റെ തൊട്ടടുത്താണ്. ഇവിടെ എന്തോ പ്രോഗ്രാം വരുന്നുണ്ട്. സോ അതിൻ്റെ പന്തലുണ്ട്. ദെൻ ഇവിടെ കണ്ട ഫുൾ ലൈറ്റ്സ് ഒക്കെ ഇട്ടിട്ടുണ്ട്. സോ നമ്മുടെ സ്വാഗത് സീറ്റ്സിൽ ഫൈനലി എത്തി. ഗൈസ് ഇവിടെ സ്നാക്സ് ഒക്കെ ഉണ്ട് കേട്ടോ. ഡു യു വാണ്ട് എനിത്തിങ്? അപ്പോൾ ഗൈസ് ഞങ്ങൾ 4 പപ്സ് ഞങ്ങൾ വരുമ്പോൾ ഇങ്ങോട്ട് എന്നിട്ട് പറഞ്ഞ മെർലിൻ നമ്മളോട് വരാനായിട്ട് പിന്നെ എന്നിട്ട് പറഞ്ഞ കണ്ടിട്ട് പോകുന്നു. ഇപ്പൊ നന്നായി കാണും ചെയ്തു, ഒന്നും അതന്നെ. അത് ഞങ്ങളെല്ലാവരും ഓരോ പപ്സ് മേടിച്ചിട്ടുണ്ട് കേട്ടോ. ഇനി പപ്സ് തിന്നിട്ട് ബാക്കി വിശേഷം ആണ്. നമ്മുടെ സ്വാഗത് സീറ്റ്സിൻ്റെ ഇൻസൈഡ് ഫുള്ള് പലഹാരങ്ങൾ, ദെൻ സ്നാക്സ്, സ്വീറ്റ്സ്, എവറിത്തിങ് ഇത്. അമ്പലമായ കാരണം ഇതിൻ്റെ അടുത്ത് ഇതേ കുറേ കടകളുണ്ട്, ഇങ്ങനത്തെ കളിപ്പാട്ടം, വെരി നൈസ് സാരി, ദെൻ അഗർബത്തി, ചന്ദനത്തിരി, ദെൻ എന്താ പറയുക മാല, അങ്ങനെ ഓരോ സാധനങ്ങളുണ്ട് കേട്ടോ. ദെൻ എഗൈൻ ഒരു കരിമ്പും കട, ചറമ്പൊരി. അണ്ണ ഇഷ്ടം എന്തൊക്കെ 30 മീൻസ് 30 രൂപ ഒരു പ്ലേറ്റ് ചറമ്പൊരി. ദെൻ ബൊണ്ട കരിക്ക്. ദെൻ പൂജ ചെയ്യാനുള്ള സാധനങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. ഉണ്ടാ വളയൊക്കെ ഉണ്ട്. നമ്മൾ ഇത് ചെയ്യില്ലേ, എന്ത് നേർച്ച അതിനകത്ത് കണ്ട സെറ്റാക്കി വെച്ചേക്കണ കണ്ട. ഇല്ല നോക്കി. അപ്പോഴേക്കാ ചേട്ടൻ എന്നോട് ചോദിച്ചത് നിങ്ങൾക്ക് വേണമെന്ന്. ദെൻ പൂവ്. ഈ ഏരിയ ഫുള്ള് ഇങ്ങനത്തെ കടകളാട്ടോ. ബിക്കോസ് നമ്മളിത് ടെമ്പിളിൻ്റെ തൊട്ടടുത്താണ്. സോ ഫുൾ പബ്സ് പറയൂ. സ്വാഗത് സീറ്റ്സിനെ പറ്റി പറയൂ. ഗൈസ് എനിക്കിഷ്ടമായി, നല്ല ക്രിസ്പി ആയിരുന്നു. എന്ത് ചൊവ്വ? അപ്പോൾ നമ്മൾ അവിടെ ചെറിയ പൂക്കൾ കട കണ്ടു. ഇവിടെ 3 അക്കന്മാരുണ്ട്. സോ മെനി നല്ല ഫ്ലവേഴ്സൊക്കെ ഉണ്ട് ഇവിടെ. ഇതാണ് ഇവിടുത്തെ മുല്ലപ്പൂട്ട, നമ്മുടെ നാട്ടിലത്തെ പറയണ പോലെ. ദെൻ ഹായ് പശമ്മ. സി ഗൈസ്, പച്ചക്കറികളെ കൂട്ടിലിട്ട് അടച്ചേക്കാണ്. ഗൈസിന് അടുത്ത ലക്ഷ്യം ശ്രീദേവി റെസ്റ്റോറൻ്റ് ആണ്. നാളത്തെ ഡെസ്റ്റിനേഷൻ. മെല്ലിൻ്റെ ആൾ ഇവിടുന്ന് എന്താ കഴിക്കുന്നത്? വട. ഓ മാനസ, നീവു ബൺസ്. ഓക്കെ, ഞാൻ വട. ചർച്ചുണ്ട്. ദെൻ അതിന് ഹോളും കാര്യങ്ങളൊക്കെ ഉണ്ട്. സെറ്റപ്പ് ആണ് കേട്ടോ. സോ അപ്പോൾ മെർലിൻ പറയുന്നത് അവൾക്ക് സ്വാഗത് സീറ്റ്സ് അത്ര ഇഷ്ടമായില്ല എന്നാണ് പറയുന്നത്. എന്തെങ്കിലും റീസൺ? അതായത് ആകെ കൂടി അവൾ കഴിച്ചത് പപ്സാണെന്ന് നിങ്ങൾ ഓർക്കണം. എന്നിട്ടാണ് ഓ സോറി മാം, പറയൂ. ഓ അവളാന്ന് വെച്ചാൽ നാട്ടിൽ അവൾക്ക് പപ്സ് പണിയാണേ. അവള് വീട്ടിൽ പോയി കഴിഞ്ഞ് പപ്സ് ഉണ്ടാക്കി വിൽക്കാറുണ്ട്. അവൾക്ക് പപ്സിന്റെ പണിയാ. ഓണറാ നടക്കണ പബ്സ്, മെർലിൻസ് പബ്സ്. പ്രത്യേകമായിട്ട് അത് കിട്ടുക കോട്ടയത്ത് മാത്രം. അതും കോട്ടയത്ത് അയ്മനത്താണ് ഏറ്റവും കൂടുതൽ കിട്ടുള്ളൂ. വേറെ എവിടെ അങ്ങനെ കിട്ടില്ല. ഓക്കെ. അപ്പൊ ഞാന് നിങ്ങളുടെ ഇത് പ്രകാരം അപ്പൊ നിങ്ങളുടെ ഇത് പ്രകാരം ഞാന് കമന്റ്സ് ഇതിലേക്ക് കൊടുക്കാട്ടോ, ഡിസ്ക്രിപ്ഷനില്. ഞങ്ങള് PHC എത്തിയിട്ടാ. അപ്പം ഞങ്ങൾ ഇനി ഡ്യൂട്ടിക്ക് കയറട്ടെ. സോ ഇന്നത്തെ ഡ്യൂട്ടി കഴിഞ്ഞു ഇറങ്ങി. എടുത്തു. അപ്പോൾ ഇന്ന് എങ്ങനെയുണ്ടായിരുന്നു ഡ്യൂട്ടി മെർലിൻ? ഇന്ന് ഭയങ്കര ഡ്രൈ ആയിരുന്നു, ഒരു പണിയും ഇല്ലാത്ത കാരണം.
ആ ഡ്രൈ അല്ല, അതായത് പണിയൊന്നും ഇല്ലാത്ത കാരണം വെറുതെ എന്താ പറയുക ഇരുന്ന് ബോറടിച്ചു ഇടയ്ക്ക് ഒരു BP ചെക്ക് ചെയ്യാൻ മാത്രം വരും ആൾക്കാർ. സോ ഞങ്ങൾ ചെക്ക് ചെയ്യും. ഇവിടെ നല്ലൊരു ഇതിനെന്താ പറയാ, ഗാർഡൻ എന്ന് പറയാലേ, പാർക്കല്ല, ഓ വിൻസെന്റിന്റെ തമാശയാട്ടോ ഗൈസ്, വിൻസെന്റിന്റെ തമാശയാട്ടോ, സൂ ആണ്. അപ്പോ അയ്യോ നല്ല തണുത്ത കാറ്റാട്ടാ ഗൈസ്. നല്ല തണുത്ത കാറ്റുണ്ട്. നിനക്ക് വരാത്തത് എൻ്റെ കുഴപ്പമില്ല അല്ല മെർലിനെ, നല്ല തണുപ്പുണ്ട് കേട്ടോ ഗൈസ്. ദെൻ ബസ് വന്നു, ഞങ്ങൾ ബസ്സിൽ കയറി. ಒಳ್ಳೆ 300 ವರ್ಷ ಹಳೆಯ ಮನೆಗೆಲ್ಲ ಹೋದ್ವಿ, ಒಳ್ಳೆ ಮಾತಾಡಿದ್ವಿ, 6 ಐಸ್ ಕ್ರೀಮ್ ಎಲ್ಲ ತಿಂದ್ವಿ, ಲಸ್ಸಿ ಎಲ್ಲ ಕುಡಿದ್ವಿ, ബീച്ചിಗೆಲ್ಲ ಹೋದ್ವಿ, മീനെಲ್ಲ ഇದ್ವಿ ಬಂದ್ವಿ. അപ്പൊ ഇവൻ പറഞ്ഞത് എന്താന്ന് വെച്ചാ ഇന്ന് ഇവര് പോയി വീട്ടിലൊക്കെ പോയി കുറെ സംസാരിച്ചു, ബീച്ചിലൊക്കെ പോയി, അങ്ങനെ അടിച്ചു പൊളിച്ചു ഇന്നവര്. മാളു ഇന്ന് എങ്ങനെ ഉണ്ടായിരുന്നു? അയ്യോ സോറി, സെയിം ഗ്രൂപ്പ് തെറ്റി. അപ്പോ ബസ് ഇറങ്ങി. അപ്പം അങ്ങനെ നമ്മുടെ Day 2 കമ്മ്യൂണിറ്റി പോസ്റ്റിംഗ് ഇവിടെ തീർന്നു. അപ്പോൾ ഇന്നത്തെ ദിവസം വലിയ കുഴപ്പമുണ്ടായിരുന്നില്ല, പക്ഷേ ഇന്നലത്തെ കാലം ഭയങ്കര ബോറായിരുന്നു. കാരണം പണിയൊന്നും ഇല്ലായിരുന്നു അധികം, കുറേ നേരം വെറുതിരുന്ന് അങ്ങനെ. അതൊന്നും കുഴപ്പമില്ല. ഇത് വാക്സിനൊക്കെ ഉണ്ടായിരുന്നു, പക്ഷെ വളരെ കുറവായിരുന്നു. ഇന്ന് ട്യൂസ്ഡേ അല്ലേ, മൺഡേയും തേഴ്സ്ഡേ ഒക്കെ പേഷ്യൻസ് ഉണ്ടാകും. കാരണം തേഴ്സ്ഡേ ആണ് വാക്സിൻ. അപ്പോൾ തേഴ്സ്ഡേ കുറേ പേര് വരും, തേഴ്സ്ഡേ നല്ല തിരക്കായിരിക്കും. അപ്പോൾ അത് നമുക്ക് തേഴ്സ്ഡേ കാണാം. സോ അപ്പോൾ ഇന്നത്തെ നമ്മുടെ പോസ്റ്റിംഗ് കഴിഞ്ഞു. അപ്പോൾ ഇനി ആസ് യൂഷ്വൽ ഉച്ചയ്ക്ക് ശേഷം നമുക്ക് ക്ലാസ്സിൽ പോകണം. ദെൻ ക്ലാസ്സിൽ പോയിട്ട് അവിടെ ഇരുന്ന് റിക്വയർമെൻറ്റ്സ് ഒക്കെ എഴുതി വേണം അങ്ങനെ. അപ്പോൾ ഓക്കെ ഫ്രണ്ട്സ്, ബൈ.